എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതോ എനർജി മാത്രമാണോ, തിങ്കിങ് മാത്രമാണോ, ആക്ഷൻ എന്തെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കണ്ടേ അല്ലേ? ആദ്യം കറണ്ട് എനർജി നോക്കാം കേട്ടോ. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ജനറൽ റീഡിങ്ങിൽ എത്ര പേരുടെ എനർജി കണക്റ്റ് ആവുന്നു നമുക്ക് യാതൊരു ഉറപ്പുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ് കാണാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എനർജി കണക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക, അതും ഒരു എനർജി കണക്ഷന്. കാരണം ഞാൻ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ലിങ്ക് വേണ്ടേ, ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സ് ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എൻ്റെ വ്യൂവേഴ്സ് ഈ സമയം മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് അവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരൂ. മൈ വ്യൂവേഴ്സ് പേഴ്സൺസ് കറണ്ട് എനർജി ഫോർ ദം. My viewers persons current energy for them. My viewers persons current energy for them. My viewers persons current energy for them. എടുക്കട്ടെ. Hermit. Oh, duty. Queen of Cups. 8 of Wands. Queen of Wands. 2 of Cups. Okay. The Wheel. 8 of Pentacles. ശരി. Magician. 10 of Pentacles. King of Pentacles. 4 of Wands. King of Cups. 4 of Cups. Current energy for you കേട്ടോ. വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. മിസ്സിങ് എനർജി, സങ്കടം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നു കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഹൈലി ഇമോഷണൽ ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്ന് അവർക്ക് തോന്നുന്നുണ്ട് എന്ന് കാണുന്നു. നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള്, എന്തോ ഒരു ഇമോഷണലി അപ്സെറ്റ് ആവുന്ന ഒരു കാര്യം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു ഓവർവെൽമിങ് സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം രണ്ടാമത്തെ ലൈനിൽ 8 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്ട്രെസ് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ഇമോഷണൽ ആയിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ജോബിലോ എന്തെങ്കിലും നടന്നു കാണാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നവർക്ക് ആഗ്രഹമുള്ളതായിട്ട് കാണുന്നു കേട്ടോ. കറണ്ട് എനർജിയിൽ അങ്ങനെയാണ് കാണുന്നത്. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളോട് അത് കാര്യം സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ കഴിവുള്ള വ്യക്തിയാണ്. ജോലിയിലായാലും മറ്റുള്ളവരെ എങ്ങനെ ഡീല് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ആൾക്കാരെ ഹാൻഡിൽ ചെയ്ത് ശീലമുള്ള ഒരാളാണ്. നിങ്ങളൊരു ലീഡർഷിപ്പ് റോളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളുമായിരിക്കാം. അപ്പോൾ നിങ്ങളോട് കൺസൾട്ട് ചെയ്താൽ അതിനുള്ളൊരു പരിഹാരം കിട്ടും. എസ്പെഷ്യലി ഇത് ജോബ് റിലേറ്റഡ് ജഗ്ലിംഗ് ആയിട്ട് കാണുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ആ കാര്യം വളരെ എന്താ പറയുക, എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ഡീല് ചെയ്യാനുള്ള വഴി പറഞ്ഞു തരുമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ കാണണം, റീയൂണിയൻ വേണം, ഉടനെ കാണണം, അപ്സെറ്റ് ആവുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മുടെ പാർട്ട്ണറെ കാണണം എന്ന് തന്നെയാണ് ആദ്യം വിചാരിക്കുക അല്ലേ. നിങ്ങളെ ഒന്ന് കാണണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. വീണ്ടും കാണണം, കുറച്ച് നേരം നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.
ഈ സിറ്റുവേഷൻസ് ഇപ്പോൾ കുറച്ച് ജഗ്ലിങ്ങിൽ ആക്കിയിരിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയവും മാറി വരും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഇവർ വിചാരിക്കുന്നത് നിങ്ങളെ കണ്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിക്കും. നിങ്ങളത് ആ സിറ്റുവേഷൻ മാറ്റാനുള്ള ഒരു വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് തിരിച്ചു വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളൊരു മജീഷ്യൻ ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ നിങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ സാധിക്കും എന്ന് തന്നെയാണ് അവരുടെ ചിന്ത. ഓക്കെ, അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെയാണ് ഓർക്കുക, നിങ്ങളുടെ അടുത്തേക്കാണ് ഓടി വരിക കേട്ടോ. നിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. നിങ്ങളുടെ എന്താ പറയുക, മജീഷ്യൻ്റെ ബാഗിൻ്റെ അകത്ത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആവശ്യത്തിന് എടുത്ത് പ്രയോഗിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്, അത് ഇവർക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വിളിക്കണം, നിങ്ങളോട് സംസാരിക്കണം, അത് തന്നെയാണ് ചിന്ത മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ് കേട്ടോ. ഭയങ്കര മിസ്സിങ് എനർജിയാണ്. റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ അവർ ഫാമിലിയെക്കുറിച്ചും ആലോചിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ ഇവരുടെ സ്പൗസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയും കാണുന്നു. കാരണം 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ അവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആണ് ഓൾറെഡി. നിങ്ങൾ അവരുടെ സ്പൗസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഒന്ന് 10 ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. പാർട്ട്ണറോ ഫാമിലിയോ ആണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണ്. ഇന്ന ലവ് റിലേഷൻഷിപ്പ്, മനസ്സിലായില്ലേ? അവർ നിങ്ങളെ ഫാമിലി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ബെറ്റർ ഹാഫ് ആണ് നിങ്ങൾ എന്ന് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. കാരണം വളരെ ആഴത്തിലുള്ള സ്നേഹബന്ധമാണ് നിങ്ങളുടെ ഇടയിൽ. അപ്പോൾ നിങ്ങളെ അവർ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ, നിങ്ങൾ അവരുടെ ഫാമിലി, ക്ലോസ് നിറ്റ് ഫാമിലി ആണ് എന്ന് തന്നെ അവർ കാണുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ആദ്യം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് ലൈഫിൽ ഹാൻഡിൽ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ അവർക്ക് ഒരു ഈക്വൽ തുണയാണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട് കേട്ടോ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, അവരുടെ പാർട്ട്ണറാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു കേട്ടോ. ഒരുപാട് സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. തിരിച്ച് നിങ്ങളും അവർ അതേപോലെ സ്നേഹിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ഒന്നുകിൽ ഇവർക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ ആയിരിക്കാം. ഓക്കെ, ജോബിൽ ഇവരൊരു ജഗ്ലിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഇതായിരിക്കാം, പ്രോബ്ലം ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒരു മീറ്റിങ്ങിൻ്റെ കാര്യമായിരിക്കാം. ആ മീറ്റിങ്ങിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രസൻറ്റേഷൻ്റെ കാര്യമായിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രോജക്റ്റ് കംപ്ലീഷൻ, അങ്ങനെയൊക്കെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിനെപ്പറ്റി ഇവർ ജഗ്ല് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവിടെ നിങ്ങളുടെ അടുത്ത് കൺസൾട്ട് ചെയ്താണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും കാണുന്നുണ്ട്. നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ബന്ധമുള്ളവരോ ആയിരിക്കാം കേട്ടോ. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ അങ്ങനെയും ആയിരിക്കാം. പക്ഷെ നിങ്ങൾ പാർട്ട്നേഴ്സ് ആണ്, അങ്ങനെയും കാണുന്നുണ്ട്. ഇന്ന ലവ് റിലേഷൻഷിപ്പ് എന്നും കാണുന്നു. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ ഉടനെ കാണാൻ സമയത്ത് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനൊരു സമയമുണ്ട്. അതുവരെ നിങ്ങളെ തന്നെ ധ്യാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് മാത്രമേ ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. മിസ്സിങ് എനർജിയാണ്. 4 ഓഫ് കപ്സ് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെ കാണുന്നു. നിങ്ങളുടെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെസ്സേജിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കാണുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി തരൂ. 9 ഓഫ് കപ്സ്, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.
കാരണം ഈ പറഞ്ഞില്ലേ, നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്. എല്ലാ പ്രശ്നങ്ങളിലും കൂടെ നിൽക്കുന്ന പാർട്ട്ണറാണ് നിങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങളുടെ ഒരു മെസ്സേജ്, കോള് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതും പെൻഡക്കിൾസ് റിലേറ്റഡ് ആണ് കണ്ടോ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ്. അവർക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ഉപദേശം വേണം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. വീണ്ടും പേജ് ഓഫ് കപ്സ്, വീണ്ടും നിങ്ങളെ കാണണം, സംസാരിക്കണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ തന്നെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, നിങ്ങൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നത്തിന് ഒരു ബാലൻസിൽ എത്താൻ സാധിക്കും എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെ ഇന്ന് ഫുൾ ഈ ഒരു കാര്യത്തിൻ്റെ ചിന്തകളാണ് ഇവരുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചാരിയറ്റ്, നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു യൂണിഫോംഡ് ജോബിലുള്ള ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് യൂണിഫോം ധരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ജോലി ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക. യാത്രകൾ വേണ്ടി വരുന്ന ജോബ് ആയിരിക്കാം കേട്ടോ. എന്ത് തന്നെ ആയാലും അവർക്ക് ഈ ജോബ് റിലേറ്റഡ് ഒരു സ്ട്രെസ്സ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതിലൊരു ബാലൻസ് കാണാൻ നിങ്ങളടുത്ത് നിന്ന് സംസാരിച്ചാൽ ഇവർക്ക് സാധിക്കുമെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് കാർഡ്. എന്തായാലും നിങ്ങൾ അവരെ വിളിക്കും വരെ അവർക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള അക്ഷമരാണ്. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മിണ്ടാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഈ ഒരു കറണ്ട് എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇന്നത്തെ ദിവസം അവർക്ക് ആ ജോബിൽ ആ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യേണ്ടത് അവർക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളെ കണ്ടാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അവർ വിചാരിക്കുന്നു. നിങ്ങളെയാണ് അവർ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഫീലിംഗ് അങ്ങനെയാണ്. നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, മ്യൂച്വൽ ലവ് ആണ്. അത് തന്നെയാണ് അവരുടെ കറണ്ട് എനർജി. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് പേഴ്സൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കൂ കേട്ടോ. കാരണം അവർ സ്ട്രെസ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. പ്രശ്നപരിഹാരത്തിന് നിങ്ങൾ തന്നെ വരണം എന്നാണ് അവരുടെ ചിന്ത. സോ ദ മിസ്സിങ് യു. അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ അവരെ. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവരുടെ സൈഡിൽ നിന്ന് വരുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ അവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ആ ക്യാൻഡിൽ കണ്ടോ, ഇത് കത്തി കത്തി അതിപ്പോൾ ഒരു ഷേപ്പ് ആയിരിക്കുന്ന ഒരു ശിവലിംഗം പോലെ ആയി. ഞാനതുകൊണ്ട് ഞാൻ രാവിലെ അത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷെ കണ്ടപ്പോൾ ഒരു ശിവലിംഗത്തിൻ്റെ ഷേപ്പ് പോലെ തോന്നിയതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ വെച്ചു. നല്ല രസമുണ്ടല്ലേ? ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ അവർക്ക് വരുന്നുണ്ടോ എന്ന് കാണിച്ചു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തിൽ നിന്നും എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ വരുന്നുണ്ടോ ഒന്ന് കാണിച്ചു തരൂ പ്ലീസ്. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം മൈ വ്യൂവേഴ്സ് പേഴ്സൺ. Two of Cups. Wow. Queen of Pentacles. ശരി. Knight of Wands. സ്പീഡി ആക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് കേട്ടോ. Queen of Cups. Good. Ace of Wands. Very good. Ten of Pentacles. Nice. The Fool. Very good. Seven of Swords. നോക്കാം നമുക്ക് കേട്ടോ. Three of Cups. Devil. Queen of Wands. Lovers. Very good. Magician. Bottom of the deck. Two of Cups. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? റീയൂണിയൻ. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് റീയൂണിയൻ വരുന്നുണ്ട്. ഓക്കെ,
ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ജോലിയിൽ കുറച്ച് കൂടുതലായി ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് ജോലി അത്യാവശ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, ഓക്കെ, അതിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പീഡി ആക്ഷൻ എടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം വല്ലാത്ത ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഓവർവെൽമിങ് ഇമോഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി ഒരു ആക്ഷൻ വൈകിക്കുന്നില്ല. നിങ്ങളെ വന്ന് കാണുന്നതിൽ നിന്നും അവർ സ്വയം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. എത്രയും വേഗം നിങ്ങളെ വന്ന് കാണണം, 2 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ കാണണം, കണ്ട് സംസാരിക്കണം എന്നവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് വാണ്ട്സ് വെച്ചിട്ട് അവർ എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു തടസ്സം എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് മറികടന്ന് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ. ഏസ് ഓഫ് വാണ്ട്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് ഉണ്ടാവണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 10 ഓഫ് പെൻഡക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ആയിട്ടെ. ക്ലാരിഫൈ 10 ഓഫ് പെൻഡക്കിൾസ്. ഫൈനാൻസസിനെ കുറിച്ച് കുറച്ച് നിങ്ങളുടെ പേഴ്സൺ ബോധേഡ് ആണ് കേട്ടോ. ജോലിയെക്കുറിച്ചൊക്കെ കുറച്ച് ബോധേഡായിട്ട് കാണുന്നു. ടെമ്പറൻസ്, അതായത് ചിലർക്കെങ്കിലും പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫാമിലി എന്ന് പറയുമ്പോൾ സ്പൗസ് ആവാം, അല്ലെങ്കിൽ പാരൻസ് ആവാം. ഓക്കെ, എന്ത് തന്നെ ആയാലും ഫൈനാൻഷ്യലി ഈ പറഞ്ഞ വ്യക്തികൾ ഈ 2 ടൈപ്പ് ഓഫ് ഫാമിലി ആയാലും നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇവർക്ക് മസ്റ്റാണ്. അവിടെ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ആ തേർഡ് പാർട്ടിയോട് ഇവർക്ക് വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ ബാലൻസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കൂടുതലായും കുറേ പേർക്കെങ്കിലും സാധ്യത. ഇവിടെ തേർഡ് പാർട്ടി ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ പാരൻസിനൊന്നും എതിർപ്പില്ല, നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ല, നല്ല കാര്യം. അല്ല, അവിടെ പാരൻസിന് എതിർപ്പുണ്ട്, അങ്ങനത്തെ സിറ്റുവേഷനാണ്, അവരെ കളഞ്ഞിട്ട് പോരാനൊന്നും ഇവർക്ക് സാധിക്കില്ല, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ സ്പൗസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അവിടെയും ഫൈനാൻഷ്യൽ ആൻഡ് അല്ലാത്ത റെസ്പോൺസിബിലിറ്റിയും കാണുമല്ലോ. അത് ബാലൻസ് ചെയ്ത്, അതും നിങ്ങളുടെ റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇത് ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഇവർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. എന്ത് തന്നെ ആയാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ ഇവരെന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അത് മൂവ് ഓൺ ചെയ്ത് പോകാനൊന്നും നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ 7 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 7 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 7 ഓഫ് സോർട്സ്. 8 ഓഫ് കപ്സ്. അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. കാരണം അവിടെ ഫാമിലിയും ഉപേക്ഷിക്കാൻ വയ്യ, നിങ്ങളെയും ഉപേക്ഷിക്കാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, പക്ഷെ അവിടെ സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിലും അവർ റിസ്ക് എടുത്ത് മുന്നോട്ട് വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും മൂവ് ഓൺ ചെയ്ത് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നൊരു തീരുമാനം തന്നെയാണ് അവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഫാമിലിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. മനസ്സിലായല്ലോ? ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. 4 ഓഫ് പെൻഡക്കിൾസ്. ഈ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ കാര്യം മറച്ചു പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ട് അനൗൺസ് ചെയ്യാനൊന്നും പോകുന്നില്ല, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാണ്, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നൊന്നും ഇവർ തീർച്ചയായിട്ടും നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പോകുന്നില്ല. അവരുടെ ഫാമിലിയിലായാലും പാരൻസിനോടായാലും സ്പൗസിനോടായാലും ആരോടായാലും അത് മറച്ചു വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകാൻ, അതായത് പാരലലായിട്ട് കൊണ്ടുപോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പൂർണ്ണമായ കാര്യങ്ങൾ അവരുടെ ആ തേർഡ് പാർട്ടിയുടെ അടുത്ത്, അത് ആരായാലും ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അത് ആരായാലും അവരോട് മുഴുവൻ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷനിൽ അങ്ങനെയാണ് വരുന്നത്. ലൈക്ക് ഒരു പാരലലായിട്ട് നിങ്ങളുടെ റിലേഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഡെവിള് വെച്ചിട്ട് ഡെവിൾ ആൻഡ് ലവേഴ്സ് രണ്ടും തന്നെ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന അവിടെ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു മാഗ്നറ്റിക് പുള്ള്, സ്നേഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ. ഇത് വെറും ഒരു ലസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ ആ ഫീലിങ്ങിനെ അപമാനിക്കില്ല. ദേ തിങ്ക് അബൌട്ട് യു വിത്ത് റെസ്പെക്ട് ഓൾസോ. കാരണം നടുവിൽ ക്വീൻ ഓഫ് വോൺസ് ആണ്. നിങ്ങളെ റെസ്പെക്റ്റോട് കൂടിയാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ വെറും ഒരു ഫിസിക്കൽ പാർട്ട്ണറായിട്ടൊന്നും അല്ല അവർ കണ്ടിരിക്കുന്നത്. റെസ്പെക്റ്റോട് കൂടിയുള്ള ഫിസിക്കൽ അട്രാക്ഷൻ തന്നെയാണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ള് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് റെസ്പെക്റ്റുമാണ്, സ്നേഹവുമാണ്, അട്രാക്ഷനുമാണ് അവർക്ക്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ മതി എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങളെ ടു ദ ലെവൽ ഓഫ് അഡിക്ഷൻ അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അഡിക്ഷൻ പോലെയാണ് നിങ്ങൾ അവർക്ക് എന്ന് തന്നെ കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കഴിവുകളെ കുറിച്ച്, നിങ്ങൾ കാഴ്ചയിൽ എങ്ങനെയാണോ, നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണോ, അതെല്ലാം ഇവർക്ക് ബഹുമാനം ഉണ്ടാക്കുന്നുണ്ട്. റെസ്പെക്റ്റോടു കൂടിയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതും അട്രാക്റ്റഡ് ആവുന്നതും കേട്ടോ. അതായത് ഒരു പാർട്ട്ണറിന് വേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ കൂടി വേണം അല്ലേ? ചുമ്മാ ഒരു സ്നേഹം കാണിച്ച് അങ്ങനെ മാത്രം പോരല്ലോ. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് പുള്ളാണ് അവർ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നത്. അവർ വേണമെന്ന് വെച്ച് തിരിഞ്ഞു നടന്നാൽ പോലും ആ ഒരു കാന്തം പോലെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്നും കണക്റ്റഡ് ആയിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ആ ലവ് റിലേഷൻഷിപ്പ് അവിടെ വിട്ടുപോകുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തന്നെ ആ ഒരു റിലേഷനിൽ ക്ലോസ് നിറ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ആ സ്നേഹം അവർ പ്രകടിപ്പിക്കും നിങ്ങളുടെ അടുത്ത്. നെക്സ്റ്റ് ആക്ഷനിൽ ആ സ്നേഹം തുടർന്ന് പോകുന്നതായിട്ട്, ആ റെസ്പെക്റ്റോടു കൂടി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം കേട്ടോ. വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് അവർ. വേറെ എവിടെ ഇരുന്നാലും, ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും, എന്ത് തടസ്സങ്ങളിൽ പെട്ടിരുന്നാലും, സ്റ്റക്ക് സിറ്റുവേഷൻ ആയാലും, അവിടെ ആദ്യം അവർക്ക് ഒരു 5 മിനിറ്റ് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ മുഖമാണ് മനസ്സിൽ വരുന്നത്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഓക്കെ, ആ ഒരു മാനിഫെസ്റ്റേഷൻസ്, പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വേണ്ടി തുടരുമെന്ന് തന്നെ കാണുന്നുണ്ട്. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. നെക്സ്റ്റ് ആക്ഷൻ, 6 ഓഫ് കപ്സ്. നിങ്ങളെക്കുറിച്ച് നൊസ്റ്റാൾജിക് ആയിട്ട് ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്ത് തിരക്കിൽപ്പെട്ടാലും ആരുടെ കൂടെ ഇരുന്നാലും ശരി, നിങ്ങളുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസ് ഒക്കെ ഇവർ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ട് ഓർക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളെ മറന്ന് മുന്നോട്ട് പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നർത്ഥം. എംപ്രസ്, നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇമോഷണൽ കണക്ഷൻ വരുന്നത് നിങ്ങളുടെ അടുത്താണ്. ഓക്കെ, ഇമോഷണലി ഇവർ നിങ്ങളുമായിട്ട്, നിങ്ങളെ ഡിപ്പെൻഡൻ്റ് ആണ് ഇവർ. ഒരമ്മ കുഞ്ഞിനെ അല്ലെങ്കിൽ കുഞ്ഞ് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ അത്രയും തീവ്രമായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും വീണ്ടും ഒരേ ഇതിൽ വന്നിരിക്കുന്നു. നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ ഓൾറെഡി കാണുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതാണ്. അവരുടെ നെക്സ്റ്റ് ആക്ഷനിൽ അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ അവർ തയ്യാറാണ് എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആക്ഷനിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എപ്പോഴാണ് എത്തുക? നിങ്ങളുടെ ഇടയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുമ്പോഴാണ് അല്ലേ. ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. പേജ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് ഭാവിയിലും ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. മെസ്സേജസ്, കോൾസ്, തമ്മിൽ കാണുക, തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഇതെല്ലാം തന്നെ തുടരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ദേ വോണ്ട് ടു ബി കണക്റ്റഡ് വിത്ത് യു എന്ന് തന്നെയാണ് കാണുന്നത്. പലർക്കും ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു കല്യാണം, ഒരു പ്രപ്പോസൽ എല്ലാം തന്നെ വരും എന്നും കാണുന്നുണ്ട് നെക്സ്റ്റ് ആക്ഷനിൽ. ഓക്കെ, അവരുടെ മനസ്സിൽ അതുണ്ട്. ഒരു വിവാഹം, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ലൈഫ് എല്ലാം തന്നെ അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ കോൾ ചെയ്യേണ്ടുന്നവർ പേഴ്സണെ ഒന്ന് കോൾ ചെയ്യുക കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം വേറെന്താണ്, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. വേറെ എന്ത് പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. അതുപോലെ നാളെ 11 മണിക്ക് സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്തോളൂ, ലൈവ് വരാം.
നാളെ 11 മണി കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. കുറച്ച് ലേറ്റ് ആയിട്ടേ ഇടുള്ളൂ, എന്നാലും ഇട്ടേക്കാം. നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ഓൺ ചെയ്ത് ഇട്ടേക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈവ് വരുമ്പോഴത്തേക്കും. ഓക്കെ, നാളെ 11 മണി രാവിലെ. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത ഒരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. സമാധാനമായിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.